നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ ആശ്രമവിശേഷങ്ങൾ. അമ്മ എന്നും പറയാറുണ്ട്, ഒരു ആധ്യാത്മിക ജീവിക്ക് പല പ്രതിബന്ധങ്ങളും വരാം. അതുകൊണ്ടൊന്നും വ്യതിചലിക്കരുത്, ഉറച്ചു നിൽക്കണം. ഈശ്വരൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ആദ്യകാലങ്ങളിൽ ആശ്രമത്തിൽ വന്ന ഭക്തന്മാർ അമ്മയുടെ പാദങ്ങളെ മാത്രം ശരണമാക്കിയ തീവ്ര വൈരാഗികളായിരുന്നു. കഠിന സാധനയുടെ നാളുകൾ ആരംഭിച്ചു. ഒരു ദിവസം ദർശനം കഴിഞ്ഞ് അമ്മ കുടിലിൽ കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. ഒരു വെപ്രാളം എന്തെന്നോ. അമ്മയുടെ ചില ഭക്തർ വളരെ ഇരുട്ടിക്കഴിഞ്ഞ് വന്നു. അമ്മ കിടന്നു കഴിഞ്ഞിരുന്നു. ദീർഘമായ ഭാവദർശനം കഴിഞ്ഞ് ക്ഷീണിച്ച് വിശ്രമിക്കുന്ന അമ്മയെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ ഗംഗ മുറ്റത്ത് വാതിൽക്കൽ പായ് വിരിച്ച് കിടപ്പുണ്ടായിരുന്നു. ഭക്തന്മാരെ മുറിയിലേക്ക് കടത്തി വിട്ടില്ല. അമ്മ എഴുന്നേറ്റ് വെളിയിൽ വന്നു. ഭക്തന്മാരെ തടഞ്ഞത് അമ്മയ്ക്ക് പിടിച്ചില്ല. അതോടെ അമ്മ മുറ്റത്ത് കിടക്കാൻ തുടങ്ങി. എന്തു പറഞ്ഞിട്ടും അകത്ത് കിടക്കാൻ കൂട്ടാക്കിയില്ല. ആർക്കും വഴങ്ങാതെ അമ്മ ഭക്തന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും എപ്പോഴും തയ്യാറായിരുന്നു. എന്നും അമ്മ പറയും, കാറ്റുള്ളപ്പോൾ നിങ്ങൾ വിശറി തേടണ്ട. ഈശ്വരനുള്ളപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യമില്ല. പലരും നമ്മെ എതിർക്കുന്നു. എതിർപ്പാണ് നമ്മുടെ ഫലം എന്ന്. ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമുണ്ടാക്കാനാണ് പ്രയാസം. ബ്രഹ്മചാരികളെ കൊണ്ട് അമ്മ ജോലി ചെയ്യിക്കുന്നത് പണം ലാഭിക്കാനല്ല. കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും വില അവർ അറിയണം. അത്രയേ ഉള്ളൂ. അവരെ എന്തിനും കൊള്ളിക്കാൻ കഴിയണം. ഒരു ദിവസം 2-3 കുടിലു കെട്ടാൻ അമ്മ ആവശ്യപ്പെട്ടു. അപ്പോൾ ബ്രഹ്മചാരികൾ പറഞ്ഞു, അമ്മയ്ക്കെന്തോ ഉദ്ദേശമുണ്ട്. കുടിൽ കെട്ടിത്തീർന്നപ്പോഴേക്കും 8-10 പുതിയ ബ്രഹ്മചാരികൾ എത്തി. അമ്മ നേരത്തെ കുടിൽ കെട്ടിച്ചതെന്തിനെന്ന് എല്ലാവർക്കും മനസ്സിലായി. അമ്മ ബ്രഹ്മചാരികളോട് പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമൊന്നും ചിന്തിക്കേണ്ട, സാധന ചെയ്യുവിൻ, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കൊള്ളും. അമ്മ പറയുന്നു, എന്തെല്ലാം എതിർപ്പായിരുന്നു, നമുക്കെന്താ, അതൊന്നും ഇവിടെ ബാധകമല്ല. നമ്മുടെ പിതാക്കന്മാരെ നോക്കുക. കുന്തിദേവിയോ പാഞ്ചാലിയോ കൃഷ്ണനോ ആരെ എടുത്താലും ഇത്രയേ കാണാനുള്ളൂ. ഈശോക്കും നബിക്കുമൊക്കെ എതിർപ്പു തന്നെ. ഞാൻ ബ്രഹ്മചാരി മക്കളോട് പറയും, അമ്മ ബ്രഹ്മചാരി മക്കളോട് പറയും, ഈശ്വര സാക്ഷാത്കാരത്തിനാണോ വന്നത് എങ്കിൽ ചിട്ടയ്ക്ക് സാധന അനുഷ്ഠിക്കണം. ചുമ്മാതെ ഇവിടെ വന്ന് ഷോയൊന്നും നടപ്പില്ല. തപസ് ചെയ്യണം. സമയത്തിന് വിലയുള്ളതാണ്. നഷ്ടപ്പെടുത്തരുത് മക്കളെ. എന്താണ് ദൈവം തരുന്നത് അത് കഴിച്ചും കൊണ്ട് സാധന അനുഷ്ഠിക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ആശ്രമത്തിൽ നിന്നാൽ മതി. ബ്രഹ്മചാരി മക്കൾ വരുമ്പോൾ ഇവിടെ ഒരു കുടിലു പോലുമില്ല, ആഹാരമില്ല. അപ്പുറത്ത് വീട്ടിൽ ബ്രഹ്മചാരികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം അച്ഛൻ തട്ടിക്കളഞ്ഞു. അടിയും തല്ലും കിട്ടിയെന്ന് വരും. അതൊന്നും അവർ എന്നോട് പോലും പറഞ്ഞിരുന്നില്ല. കക്കൂസില്ല. വെളിക്കിറങ്ങണമെങ്കിൽ രാത്രി കടപ്പുറത്ത് പോകണം. അതും ശീലമില്ല. ബ്രഹ്മചാരി കുഞ്ഞുങ്ങൾ എന്തു കഷ്ടതകൾ സഹിച്ചും. സൂണച്ചൻ പറയും, ഈ പെൺകൊച്ചിന് ഭ്രാന്ത, നിങ്ങൾക്കും ഭ്രാന്ത് പിടിക്കും, നീയൊക്കെ പോയിക്കോ. അവര് പറയും, ഞങ്ങളുടെ ഭ്രാന്തിന് ചികിത്സിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന്. പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും ബ്രഹ്മചാരി മക്കൾ ഉറച്ചു നിന്നു. അവരുടെ എണ്ണവും കൂടി വന്നു. ആശ്രമത്തിൽ ബ്രഹ്മചാരികൾ കഴിച്ചില്ലെങ്കിലും വരുന്നവർക്ക് കൊടുക്കും. മിക്ക ദിവസവും 2ാമത് ചോറ് വെക്കും. അല്ലെങ്കിൽ അയൽപക്കങ്ങളിൽ പോയി അമ്മ ഭിക്ഷ വാങ്ങിക്കൊണ്ടുവരും. ആദ്യകാലത്ത് അമ്മയുടെ വീട്ടുകാരും നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ പല ദിവസവും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആശ്രമ ആരംഭത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അമ്മ പറയുന്നു, ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കുന്നത്?
എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും തക്ക സമയത്ത് ഭഗവാൻ എല്ലാം സാധിച്ചു തരും. ഒന്നിനും ബുദ്ധിമുട്ടില്ല. ആശ്രമത്തിൽ എന്തു വേണോ അതൊക്കെ തനിയെ എത്തും. തുണിയില്ലെങ്കിൽ തുണി ആരെങ്കിലും കൊണ്ടുവരും. അരിയില്ലെങ്കിൽ അരി ആരെങ്കിലും എത്തിക്കും. ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ബ്രഹ്മചാരികൾ പട്ടിണിയിരുന്നാൽ ആരെങ്കിലും ഇഡ്ലിയും മറ്റും കൊണ്ടുവരും. ആശ്രമത്തിൽ ആരുടെയും ലൗകിക വീക്ഷണം അമ്മ വെച്ച് പൊറുപ്പിക്കില്ല. ബ്രഹ്മചര്യത്തിലും കൃത്യനിഷ്ഠതയിലും അടിയുറച്ച സാധനയിൽ മായം ചേരുന്ന നിമിഷം മുതൽ ആശ്രമം തകർച്ചയെ നേരിടും എന്ന് അമ്മ മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ട്. അമ്മയുടെ ആശ്രമം സത്യത്തിലാണ് നിൽക്കുന്നത്, സാധനയിലാണ് വളരുന്നത്. ആധ്യാത്മികതയുടെ സിംഹഗർജനവുമായി ലോകം ചുറ്റിയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വ്യക്തിത്വമാണ് എൻ്റെ മുദ്രാവാക്യം. വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിൽ കവിഞ്ഞ് എനിക്കൊരു ആകാംക്ഷയുമില്ല. ഒരൊറ്റ ആളിനെ സ്വാതന്ത്ര്യപ്രാപ്തിക്കു സഹായിക്കുവാൻ എനിക്ക് ഈ ജന്മത്തിൽ സാധിക്കുന്നു എങ്കിൽ എൻ്റെ പരിശ്രമങ്ങൾ വിഫലമല്ലെന്ന് തീർച്ച. ഇത് പറയുമ്പോൾ ജീവൻ മുക്തന്മാരെ വാർത്തെടുത്ത ശ്രീരാമകൃഷ്ണദേവന്റെ ആദർശ വ്യക്തിത്വം സ്വാമിജിയുടെ മനസ്സിൽ തെളിഞ്ഞിരിക്കണം. പുറംപൂച്ചു കൊണ്ട് കാര്യമില്ല, ആത്മസാക്ഷാത്കാരം കൊണ്ടേ ലോകത്തിന് ശാന്തി കിട്ടൂ. ഇതിന് മുൻനിർത്തിയാണ് അമ്മ മിഷനും സന്യാസാശ്രമങ്ങളും ആരംഭിച്ച് പ്രവർത്തിച്ചു പോരുന്നത്. നാനാമുഖമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ആധ്യാത്മിക പുരോഗതി കൈവരിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മിഷന്റെ ലക്ഷ്യം. മിഷന് ശാഖകൾ സ്ഥാപിക്കാൻ പല സ്ഥലത്തു നിന്നും ഭക്തന്മാർ സ്ഥലവും കെട്ടിടവുമെല്ലാം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ആദ്യമൊന്നും അമ്മ ഒന്നും സ്വീകരിച്ചില്ല. ഭക്തന്മാരോട് അമ്മ പറഞ്ഞു, ബ്രഹ്മചാരികൾ തയ്യാറായി കഴിയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആശ്രമശാഖകൾ ഉണ്ടാകും. പോയി സേവിക്കാൻ പറ്റാതെ വിധം ശാഖകൾ ഉണ്ടായിത്തീരും. അമ്മയുടെ പ്രവചനം ശരിയാണെന്ന് കാലം തെളിയിക്കുകയുണ്ടായി. ഹരി ഓം നമഃ ശിവായ.